എന്റെ ചേട്ടന്മാർ എന്റെ അമ്മയെ പോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ധ്രുവ എവിടെയായിരിക്കും? മെസ്സേജ് ചെയ്ത് നോക്കാം. എവിടെയാ ഉള്ളത്? സുഖാണ്, ഡോൺ വെറി. ഞാൻ വേണമെന്ന് വെച്ച് വരാത്തതാ. ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ചേച്ചി കളിക്കാമാ? ഇവിടെ ഉള്ളവർ ആരും എന്നെ കളിക്കാൻ വിടില്ല. നീ വിളിക്കുന്നത് വേസ്റ്റ് ആണ് അഞ്ജു. അതൊന്നും എനിക്കറിയില്ല. ചേച്ചി എന്തായാലും വരണം. ഇല്ല അഞ്ജു, ഒന്ന് മനസ്സിലാക്ക്. ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ വീടിന് ചുറ്റും 25 റൗണ്ട് ഓടും. എടി, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും എനിക്കറിയില്ല. ചേച്ചി വന്നു, അത്ര തന്നെ. പ്ലീസ് ചേച്ചി. ഓക്കെ, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, വാ പറയാം. My name is Barbie doll, Barbie doll, Barbie doll. Hey old woman. ഇതെന്താ മുതുക്കി? പാല് പിരിഞ്ഞു പോയല്ലോ. പായസത്തിന് ഇനി എന്ത് ചെയ്യും? രാത്രി സ്വീറ്റ് ആയിട്ട് ഒന്നുമില്ല കഴിക്കാൻ. അതെങ്ങനെ പിരിഞ്ഞത്? ഞാൻ നോക്കിയപ്പോ നന്നായിട്ടാണല്ലോ ഉണ്ടായിരുന്നേ. എനിക്ക് അറിയില്ല എന്റെ പൊന്നു മുതുക്കി. നിന്നെക്കാളും മുമ്പേ ഞാൻ ഇവിടുന്ന് പോയതല്ലേ. എനിക്കെന്തോ നല്ല ടെൻഷൻ ആവുന്നുണ്ടടി. അമ്മ എല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്ന അമ്മ സഹിക്കില്ല. ചൂടായിക്കൊണ്ടിരുന്ന പാല് ഇരുന്ന ഇരിപ്പിൽ എങ്ങനെയാ കേടായത്? അതിഥി, ഞാൻ ലെമൺ റൈസിന് വേണ്ടി എടുത്തു വെച്ച നാരങ്ങ നീരിപ്പ് കാലിയായിട്ടാണല്ലോ ഇരിക്കുന്നേ. നോക്കട്ടെ. അയ്യോ, ഇത് കാലിയായിട്ടിരിക്കുവാണല്ലോ. ഏയ്, ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ച് ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നു. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് കിളവി. എനിക്കാണെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അയ്യോ, ഇനി ആലോചിക്കുമ്പോ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുവാ. വഴക്ക് കിട്ടുമെന്നുള്ളതിനേക്കാളും നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് എന്റെ വിഷമം. അമ്മ അമ്മൂമ്മയുടെ അടുത്ത് പാചകത്തിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് എല്ലാം നമ്മൾ നോക്കിക്കോളൂന്ന് പറഞ്ഞതാ. അമ്മ എങ്ങനെ ഈ കാര്യം അറിഞ്ഞ നമ്മള് കാരണം എല്ലാം മോശമായതാന്ന് വിചാരിക്കും. ഉറപ്പാ. അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കൂ. ആൾക്കാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനാ ഒരാളെ കഷ്ടപ്പെടുത്തിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയിരിക്കുന്നത്? ആ കിളവി നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലേ? എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചത് കാരണം നിങ്ങളുടെ മര്യാദയും പോയി എല്ലാവരുടെ മുന്നിൽ അപമാനപ്പെടുത്തും ഞാൻ. എന്നെ എതിർത്ത എന്താ സംഭവിക്കാൻ പോവെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാ നിന്റെ സൈഡാ? This is not fair. ഇവിടെ ഇപ്പൊ നടന്നത് മൊത്തം വേറെ അന്യായമാണ്. ചേട്ടാ, ഇനിയും കളി തുടങ്ങിയിട്ടില്ല. അതിനു മുന്നേ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ.
കപ്പിൾസിനെല്ലാം ഒരുമിച്ചായി ഇരുത്തേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ദൂരെ ദൂരെ ഓപ്പോസിറ്റ് ആയിട്ടല്ല. എന്റെ ഭാര്യ ഇരിക്കുന്ന അവിടെ ഞാൻ അങ്ങോട്ട് പോവാ. വാക്കിന് പറഞ്ഞാൽ ബ്രദർ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇത് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും തമ്മിലുള്ള ഗെയിമാ. അതൊന്നും ശരിയാവില്ല. എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ. ഇവിടെ എല്ലാവരും ഒരു ഫാമിലി എന്നല്ലേ ഉള്ളേ. പിന്നെ എന്തിനാണ് പെണ്ണിന്റെ സൈഡ് ചെക്കന്റെ സൈഡ് എന്നൊക്കെ പറയണേ? ചേട്ടാ, അത് നിങ്ങളുടെ കാലം, ഇത് ഞങ്ങളുടെ കാലം. സാഹിത്യയുടെ വേദാന്തന്റെ കല്യാണം ആയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പെണ്ണിന്റെ സൈഡാണ്. അപ്പ തൊട്ട് വേണ്ടാത്ത കാര്യമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആദ്യം എന്താ കളിക്കുന്നേന്ന് പറ. എപ്പത്തൊട്ട് അലറി വിളിച്ച് പറയുന്നുണ്ട് നമ്മൾ അന്താക്ഷരി കളിക്കാൻ പോകുന്നതെന്ന്. അത് തന്നെ, കറക്റ്റ്. കുറച്ച് നാളായിട്ട് മുത്തച്ഛയുടെ മൈൻഡ് ബ്ലാസ്റ്റ് ആയിട്ടിരിക്കുക. ഇപ്പൊ സംസാരിക്കുന്ന അപ്പൊ സംസാരിക്കുന്ന ഓർമ്മ പോലെ നിൽക്കുന്നില്ല. ചേട്ടാ എല്ലാവരും വരും, ഡോണ്ട് വറി. ഈ അമൂല്യ മാത്രം എനിക്ക് എതിരാണെന്ന് വിചാരിച്ച്, പക്ഷെ അവളുടെ അനിയത്തി അടക്കം എന്നെ പറ്റിക്കാനാ നോക്കുന്നെ. പക്ഷെ ഞാൻ ആരാണെന്ന് ഇവർക്കാർക്കും അറിയില്ല. ഇപ്പൊ അന്താക്ഷരിക്ക് മാത്രമല്ല, രാത്രി ഭക്ഷണം കഴിക്കാൻ പോലും അവള് വരില്ല. അങ്ങനെയാ ഞാൻ ചെയ്തേ. ചെറുക്കിന്റെ വീട്ടുകാർക്ക് 16 പോയിന്റ്, പെണ്ണിന്റെ വീട്ടുകാർക്ക് 15 പോയിന്റ്. അമ്മ ചേച്ചിയും അതിഥി ചേച്ചിയും ഇപ്പോഴും അടുക്കളയില്ല. അവരുണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ തോക്കില്ലായിരുന്നു, ഉറപ്പാ. അതേ മോളെ, പാവം രണ്ടുപേരും അടുക്കളയിൽ കുടുങ്ങിപ്പോയി കാണും. എന്തോ കുടുങ്ങിയതല്ല, അമ്മയാണ് അവർ രണ്ടുപേരെയും കുടുക്കിയിട്ടത്. ശരിയാണല്ലോ, പാവം രണ്ടുപേരും എന്ത് ചെയ്യുവാണോ എന്തോ. ഞാനൊന്ന് പോയി നോക്കി. ഒരു മിനിറ്റ്, അമ്മ എവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട ഏട്ടാ, അമ്മ പോയിക്കോളും. അവർക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്തോളൂല്ലോ. അതും ശരിയാ, പക്ഷെ അമ്മ പാവ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ പോയിട്ട് നോക്കി വന്നാ പോരെ. എന്താ കുട്ടികളെ ഇത്രയും വൈകിയത്? നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ ടീം തോറ്റോണ്ടിരിക്കുകയാണ്. ആണോ? അങ്ങനെയാണോ? അതെ, ഈ ചൂടുപാലിലേക്ക് നാരങ്ങ വീണു, അതുകൊണ്ടാ വരാൻ ലേറ്റ് ആയത്. അയ്യോ, എന്താ അമ്മു നീ പറയുന്നേ? അപ്പോ പായസമൊക്കെ എന്തായിന്നാ? അയ്യോ, നിങ്ങൾ എന്താ എല്ലാം പകുതി കേൾക്കുമ്പോഴത്തേക്ക് ടെൻഷൻ ആവുന്നേ? പാലിന് പുളി വീണിട്ടുണ്ടാവും, പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ മുതുക്കല്ലേ, ഫ്ലോപ്പ് ആവാൻ ചാൻസേ ഇല്ല. അപ്പോ അതില് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കില് ആ പാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? പിരിഞ്ഞു പോയ പാലെടുത്ത് അവള് നല്ല രസഗുള ഉണ്ടാക്കി. വാവ്, റിയലി? എന്റെ ഫേവറേറ്റ് സ്വീറ്റ് അത്. താങ്ക് യു സോ മച്ച് അമ്മു. എല്ലാം എന്റെ പ്ലാന് പോലെ നടക്കുമെന്ന് വിചാരിച്ചപ്പോ ഇവൾ എന്താ ഈ ചെയ്യുന്നേ? Damn it. അല്ല,
ഇവൾക്കെന്തായി പറ്റിയേ? ബ്രേക്ക് ഫെയിൽ ആയിട്ടുണ്ടാവും. ഒന്ന് വെറുതെ ഇരിക്കും പെണ്ണെ, മുന്നും പിന്നും നോക്കാം ഓരോന്നങ്ങ് വിളിച്ചു പറഞ്ഞോളും കേട്ടോ. ശരി ശരി, ഇനി രസഗുള കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ അമ്മേ. ആദ്യം അമ്മയ്ക്ക്. അമ്മേ എന്തായാലും ഒരു എണ്ണ നോക്കുന്നേ, കഴിക്ക്. കൊച്ചേ, നീ പോയിട്ടോ, ഞങ്ങൾ കളിച്ചോണ്ടിരിക്കാം. ഇനി എവിടെ പോകാനാ ചേട്ടാ? ഇവിടുത്തെ എല്ലാ ജോലികളും കഴിഞ്ഞു. അമ്മ ചേച്ചി വന്നു. ഇനി ഏത് അക്ഷരം വേണമെങ്കിൽ തന്നോളൂ, ഞങ്ങൾ തന്നെ ചെയ്യിക്കും. ഹലോ 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 ഹലോ, പോയിന്റ് ഞങ്ങൾക്ക് കൂടുതലുള്ളേ. ബിൽഡപ്പിന്റെ ആവശ്യമില്ല. അവള് നിങ്ങളെ കൂടെ കൂടിയാ നിങ്ങൾ ജയിക്കുന്ന ഞങ്ങൾ വിട്ടുതരൂ. ഇതിനെന്തിനാ ചേട്ടാ ഇത്രയ്ക്ക് സംശയം? ഞാൻ വരുന്നത് വരെ മാത്രം മറ്റുള്ളവർക്ക് ചാൻസ്. ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ എന്റെ ചാൻസ്. ഈ റൗഡി ബേബി ഒരു മത്സരത്തിന് ഇറങ്ങിയ പിന്നെ തോറ്റ ചരിത്രമേ ഇല്ല. ഏയ് വാടി. ഓ കാണാം. അതെയാ, അവരുടെ ടീമിൽ 2 പേര് എക്സ്ട്രാ വന്നല്ലോ. ഇനി എന്ത് ചെയ്യും? ചേട്ടാ, അവിടെ 2 പേര് കൂടുതലുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട ആദ്യ, ആര് വന്നാലും ജയിക്കുന്നത് നമ്മൾ തന്നെയാ. ഞാനില്ലേ ഇവിടെ. അതെ അതെ അതെ. ഒരു പിശാച് ഇവിടുന്ന് പോയപ്പോ വന്നത് രക്ഷയാണെന്ന് പറഞ്ഞതുപോലെയാ. ആ ശാരികയുടെ കാര്യം തീർന്നു കിട്ടി. എന്നിട്ട് നീയും അവളെ പോലെ ബിഹേവ് ചെയ്യാ. ഞാൻ എന്ത് ചെയ്തു ആന്റി? പാലിൽ നാരങ്ങ ചേർത്തത് നീ തന്നെയല്ലേ? നാരങ്ങയല്ല, നാരങ്ങയുടെ നീര്. ചെയ്ത പൊട്ടത്തരത്തെ കുറിച്ച് വലിയ വീമ്പിളക്കുന്ന കേട്ടില്ലേ? അവർക്കത് ബുദ്ധിമുട്ടാവാൻ വേണ്ടി തന്നെ ചെയ്ത ആന്റി. തലയ്ക്ക് വെളിവില്ലാതായ ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂ. ഈ സീരിയലിലെ വില്ലത്തിയെ പോലെ പാലിൽ നാരങ്ങ നീര് ചേർത്തിരിക്കുന്നു. നിന്നോടൊക്കെ എന്ത് പറയാനാ? ആന്റി, അവർക്ക് അപമാനമാവാൻ വേണ്ടി ആഹാരം മോശമായി നിങ്ങളുടെ മുന്നിൽ തല കുനിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്ത്. അതുകൊണ്ടിപ്പോ എന്തുണ്ടായി? പായസം പോയിട്ട് രസഗുള റെഡിയായി. അവൾ അങ്ങനെ ഒരു മാജിക് കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആന്റി. നോക്ക്, നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമുക്കെതിരെ നിൽക്കുന്നവരെ അറ്റാക്ക് ചെയ്യാൻ ചെന്നാലേ ഇങ്ങനെ സംഭവിക്കും. അവരെല്ലാവരും പാചകം ജീവിതമാർഗമാക്കിയവരെ. പാചകം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും അതെങ്ങനെ ശരിയാക്കണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവള് പോയി അവരെ പാചകം പഠിപ്പിക്കാൻ നോക്കിയിരിക്കുന്നു. നിന്നോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എന്റെ ലക്ഷ്യം ശരിയായിരുന്നല്ലോ ആന്റി. എന്നോട് തർക്കിക്കാൻ വരരുത്. ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ ഇങ്ങനെ സില്ലിയായിട്ട് ബിഹേവ് ചെയ്യാൻ വരരുത്. വർത്തമാനം ആർക്ക് വേണമെങ്കിലും പറയാം ആന്റി. ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്തില്ലേ? പക്ഷെ നിങ്ങളോ? നിങ്ങൾ ഒന്നും ചെയ്തില്ല. നിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നിന്നെ പോലെ ഫ്ലോപ്പ് ഷോ കാണിക്കാൻ ഞാനില്ല. ശരി, എന്താ നിങ്ങൾ ആലോചിച്ചു കൂട്ടുന്നതെന്ന് എന്നോട് പറ. ഉചിതമായൊരു സമയം നോക്കി എല്ലാവരുടെ മുന്നിൽ വെച്ച് അമൂല്യയുടെ കയ്യിലുള്ള വള വാങ്ങിച്ചെടുക്കാൻ നോക്കും. പിന്നീട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ നിന്നോട് പറയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കറക്റ്റായിട്ട് എന്നോട് കൂടി പറ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്നെ വഴക്ക് പറയരുത്. ശരി ശരി, എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ശരി, ഞാൻ എന്ത് വേണേലും ചെയ്തോളാം.
പക്ഷെ അതിനു മുൻപ് ഇവരൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാഹിത്യ, നീ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ അതൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് പോവുകയേ ഇല്ലായിരുന്നു ആന്റി. പക്ഷെ ആ അമൂല്യ വന്നയുടനെ വേദാന്തിന്റെ മുഖഭാവം മാറിയത് കണ്ടില്ലേ? എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല. നോക്ക്, എന്റെ അമ്മ ചേച്ചി വന്നപ്പോ എല്ലാം മാറിയത് കണ്ടില്ലേ? ചേട്ടാ, നിങ്ങൾ വലിയ ബെറ്റ് വെക്കുന്നതിന് മുമ്പ് അമ്മു ചേച്ചി ഇവിടെ വരുമെന്ന് മനസ്സിലാക്കണമായിരുന്നു. സൂക്ഷി സംസാരിക്കാൻ ജോ. നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ ഉള്ളത്, ബന്ധുക്കളുടെ വീട്ടിലാണെന്നുള്ള ഒരു ഓർമ്മ വേണം. മതിയപ്രസംഗം കൂടുന്നുണ്ട് നിനക്ക്. ഒന്ന് ചുമ്മാ ഇരിക്കുമേ, നമ്മൾ ഒരു ഫാമിലി അല്ലേ, ഒരു കുഴപ്പമില്ല.